നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. യുവാക്കളെ നിരാശപ്പെടുത്തരുത് എന്ന് പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാരിനോട് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെ രൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ച കോടതി യുവാക്കളെ ഇത്തരത്തിൽ നിരാശരാക്കരുതെന്നും വ്യക്തമാക്കി. പരീക്ഷകൾ നടത്തുന്നതിൽ UPSCയുടെ മാതൃകയും കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്നും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതേസമയം നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകളുണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കായി ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസ് ജൂലൈ 2 വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.